ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമേ എല്ലാവരോടും സോറി ചോദിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തഞ്ചാവൂർ യാത്രയെക്കുറിച്ചുള്ള ഈ ഒരു സെഗ്മെൻറ്റ് എനിക്ക് ഇടാനായിട്ട് കുറച്ച് ലേറ്റായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 സെഗ്മെൻറ്റ് കൂടി വരും. ഞാൻ തഞ്ചാവൂർ പോയിട്ട് റിട്ടേൺ വരുന്നതിൻ്റെ കൂടി വ്ളോഗ്. അപ്പോൾ ഞാനിപ്പോൾ നേരെ ത്രില്ലടിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഞാൻ നേരെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം, ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഏറ്റവും ഡ്രീം പ്ലേസ് ആയിട്ടുള്ള തഞ്ചാവൂർ ശിവക്ഷേത്രത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മുടെ ഒരു ഡ്രീം കം ട്രൂ ആകുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നൊരു ഫീല്, അമ്മാതിരി ഒരു ഫീലാണ് ഇപ്പോൾ എൻ്റെ മൈൻഡിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ പോകുന്നത് ഒരു ഏർലി മോർണിംഗ്, ഒരു 6 o'clock 6:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എറൗണ്ട് ഒരു 1 hour യാത്രയുണ്ട് അവിടെ നിന്ന് ഈ ക്ഷേത്രത്തിലോട്ടുള്ള ഒരു ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന റോഡൊക്കെ വളരെ വിജനമായിട്ടുള്ള സ്ഥലമായിരുന്നു. വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. അതുമാത്രമല്ല നല്ല സ്മൂത്ത് റോഡായിരുന്നു കേട്ടോ. നമുക്ക് വണ്ടി നല്ല സ്മൂത്തായിട്ട് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് ആയതുകൊണ്ടുള്ളൊരു ഇതാണ്. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ആ ഒരു ഹൈവേ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഈ ഒരു തമിഴ്നാട് ഈ ഒരു 10:30 11 o'clock ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര റഷായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അത് മാത്രമല്ല, അവിടെ രാഹുൽ ഗാന്ധി സംതിങ് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളും കൊടിമരങ്ങളുമൊക്കെ ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാമായിരുന്നു പോകുന്ന വഴിയിൽ. പിന്നെ നമ്മൾ പോകുന്ന വഴി, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട് പോകുന്ന വഴിയുണ്ടല്ലോ, ഭയങ്കര ഒരു പ്രത്യേക വൈബാണ്. രാവിലെ നമ്മൾ ഇറങ്ങി പുറത്തോട്ട് നിൽക്കുന്ന നേരവും തൊട്ട് രാത്രി കിടക്കുന്ന നേരം പുറത്തിറങ്ങി നിന്നാലും അവിടെ ഒരു തണുത്ത ഒരു കാറ്റുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു തമിഴ്നാട്ടുകാരിയാണ് എങ്കിലും, തമിഴാണ് വീട്ടിൽ സംസാരിക്കുന്നു എങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. എൻ്റെ ഒരു നാട്ടിൽ നിന്ന് വിളയാടുന്നതിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക്, ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഈ തഞ്ചാവൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, തഞ്ചാവൂർ നാഡീജ്യോത്സ്യത്തിൻ്റെ മെയിൻ സ്ഥലമാണെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പം നാഡീജ്യോത്സ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വകാലം എന്തായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഓലയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു 1000 to 3000 5000 റേഞ്ചിലോട്ടാണ് ഇതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളെല്ലാം പോകുന്നത്. പിന്നെ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പിന്നെ എനിക്കറിയണ്ടെന്നുള്ള ഒരു തിട്ടമൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിൽ നല്ല ആൾക്കാരും ഉണ്ട്, അതായത് നല്ലത് പറഞ്ഞു തരുന്ന ആൾക്കാരും ഉണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ നല്ലൊന്നും ചീത്തയെല്ലാം. പിന്നെ പോകുന്ന വഴിയിൽ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് കൂൾ മൈൻഡാക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ വയൽ. അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനെല്ലാം എല്ലായിടത്തും അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിലും എൻ്റെ മനസ്സിന് സന്തോഷം വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ല പച്ച കളറിൽ നല്ല മഞ്ഞ, ഈ മഞ്ഞയെന്ന് പറയുന്നത് നെൽക്കതിരാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാറ്റത്തിങ്ങനെ തെന്നി മാറുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഫ്ലോയിലാണ് ഇങ്ങനെ പോകുന്നത്. നല്ല രസമാണ് കാണാനായിട്ടൊക്കെ. പിന്നെ ക്ഷേത്രം അടുക്കും തോറും എനിക്ക് ആകെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. എന്താണ്, എങ്ങനെ ആയിരിക്കും എൻ്റെ നമുക്കൊരു മൈൻഡിലൊരു സെറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അവിടെ പോകുമ്പോൾ ക്ഷേത്രം ഇങ്ങനെ ആയിരിക്കും. കാരണം അവിടുത്തെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശം, അത് ഓരോ സെറ്റ് കഴിയുന്തോറും ഓരോ വാതിലിൻ്റെ അവിടെ എത്തുമ്പോഴും ഈ സൂര്യപ്രകാശം ജ്വലിക്കും. അത് ഏർലി മോർണിംഗ് സംതിങ് നമ്മൾ പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ സൺസെറ്റിലും കാണാൻ പറ്റുമെന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചത് കൊണ്ട് എനിക്ക് റീൽസ് എടുക്കണമായിരുന്നു. അവിടെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് റീൽസ് എടുക്കണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അതേ ട്രഡീഷനുള്ള സാരിയും ബ്ലൗസും വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അമ്പലത്തിലോട്ട് പോകുമ്പം തിരക്കാണോ ഒന്നും അറിയത്തില്ലല്ലോ. നമ്മളിപ്പം ഏർലി മോർണിംഗ് പോകുന്നുണ്ടെങ്കിലും റോഡിൽ തിരക്കില്ല. പക്ഷെ അമ്പലത്തിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ആംബിയൻസ്, അറ്റ്മോസ്ഫിയർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ.
അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്താണ് പോയത്. പിന്നെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നുള്ള നിലയിലാണ് പോയത്. കഴിച്ചതിന് ശേഷം കയറാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു തഞ്ചാവൂരിൽ മെയിൻ ഒരു കാര്യമുണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചാൽ തല ആട്ടുന്ന ബൊമ്മ. അത് അവിടെയുള്ള എല്ലാ ഷോപ്പ്, നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിലുള്ള ഷോപ്പിലെല്ലാം മുല്ലപ്പൂവും ഈ തലയാട്ടുന്ന പ്രതിമയും എല്ലാം ഓരോ വരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന റൂട്ടിൽ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി വരികയാണ്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൂടി വരുമല്ലോ, അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു 2-3 വഴിയുണ്ട് അതിൻ്റെ അകത്തോട്ട് കയറി ഇങ്ങനെ. അതായത് ഓരോ വഴിയിലും സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഏറ്റവും അടുത്ത് കവാടത്തിൻ്റെ അവിടെ എത്തി. അപ്പോഴേക്കും അവിടെ വലിയൊരു ട്രാഫിക് ജാമാണ്. ഓൾറെഡി നമുക്ക് പാർക്കിങ്ങിനൊക്കെ ഒരു സ്ഥലം കിട്ടിയത് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ അമ്പലം കണ്ടിട്ടാണ് ക്രോസ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭവൻ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. എനിക്കെപ്പോഴും എവിടെ പോയാലും ഈ ലോങ് യാത്രയായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും വെജിറ്റേറിയൻ ഫുഡിനോടാണ്, പ്രത്യേകിച്ച് ഈ മോർണിംഗ് വെജിറ്റേറിയൻ ഫുഡിനോടാണ് താല്പര്യം. അത് മാത്രമല്ല, ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പം ഞാൻ എന്താ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ പൊങ്കലാണ്. അപ്പം തഞ്ചാവൂർ പൊങ്കൽ എങ്ങനെ ഇരിക്കും എന്നെനിക്ക് അറിയണമായിരുന്നു. പക്ഷേ ഇവരുടെ ഇതിൽ കുറച്ചുകൂടെ ഒന്നും എന്താ പറയുക, കുഴകുഴാന്നിരിക്കുമെന്ന് നമ്മൾ പറയത്തില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ വെക്കുന്ന പൊങ്കലുണ്ടല്ലോ, നല്ല കുറച്ചുകൂടെ കട്ടിയായിരിക്കും. അതിൽ കുരുമുളകും മഞ്ഞളും ഇതൊക്കെ ഒരുപാട് ഇട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ പൊങ്കൽ വെക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ കൊള്ളായിരുന്നു. ഒരു എന്താ പറയുക, ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഇവരുടെ റവയ്ക്ക് എന്താ പറയുന്ന ഉപ്പുമാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ടേസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് അവിടുത്തെ വട സൂപ്പറായിരുന്നു. കോഫി, ഫിൽട്ടർ കോഫി സൂപ്പറായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു കോഫി ആയിരുന്നു. വട ഞാൻ ഒരു പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തിയുടെ കൂടെ. പിന്നെ മിൻറ്റി ചട്നി ഉണ്ടായിരുന്നു, തക്കാളി ചട്നി ഉണ്ടായിരുന്നു, സാധാ നോർമൽ വൈറ്റ് ചട്നി ഉണ്ടായിരുന്നു. ഈ 3 ചട്നിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിൻറ്റി ചട്നിയാണ്. കാരണം ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ കഴിച്ചിട്ടുണ്ട് മിൻറ്റി ചട്നി, എന്നാൽ ഇവരുടെ മിൻറ്റി ചട്നിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. ഞാൻ എല്ലാത്തിനും കുറച്ചേ കഴിച്ചോളൂ. കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല, ഞാൻ വളരെ കുറച്ചായിട്ട് കഴിച്ചോളൂ. കാരണം എല്ലാ ഫുഡും എനിക്ക് വെജിറ്റേറിയൻ, നമ്മൾ ഈ പോറ്റി ഹോട്ടലൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ, അവിടുത്തെ സാമ്പാറായിരുന്നാലും ചട്നി ആയിരുന്നാലും ഈവൻ ദോശ, മസാല ദോശ, നെയ് റോസ്റ്റ്, പൂരി, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ സഞ്ജിത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും സഞ്ജിത്തിന് മസാല ദോശയോടാണ് ഭയങ്കര ക്രൈസ് വരുന്നത്. അപ്പോൾ കൂടുതലും നമ്മളീ പൊറോട്ടയും അങ്ങനത്തെ ഐറ്റംസൊന്നും കഴിക്കാറില്ല. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടാണ് കൂടുതൽ എനിക്കും താല്പര്യം. അങ്ങനെ ചായയും ഫിൽറ്റർ കോഫിയും അതെന്തൊരു അന്തസ്സല്ലേ രാവിലെ ഇതൊക്കെ വൈബിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാത്തിൽ ടേസ്റ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പുമാവും കൊണ്ടുവന്നു. ഈ ഉപ്പുമാവും നമ്മുടെ ഇവിടെ ഭയങ്കര തുറാന്നിരിക്കും അല്ലേ ഇങ്ങനെ. പക്ഷേ ഇവിടെയാണെങ്കിൽ എല്ലാം നമ്മുടെ കേസരിയുടെ ഒരു ടൈപ്പിലാണ്. കേസരി നമ്മൾ വഴറ്റിയെടുക്കത്തില്ലേ, അതുമാതിരിയാണ് ഈ ഉപ്പുമാവും കൊണ്ട് വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരാൾ പൂരി മേടിക്കുന്ന കണ്ടപ്പോൾ അത് കഴിക്കാനായിട്ട് എനിക്കൊരു കൊതി തോന്നി. അങ്ങനെ ഒരു പ്ലേറ്റായിട്ട് മേടിച്ചില്ല, ഒരു 2 പീസായിട്ട് കൊണ്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഒത്തിരി ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ ഒരു സെൽഫ് സർവീസ് ആയിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം സെൽഫ് സർവീസാണ്. നമ്മുടെ ഫുഡ് രണ്ടാമത് ചോദിച്ചപ്പോഴാണ് കൊണ്ട് തന്നതൊക്കെ. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ തലയാട്ടുന്ന
പ്രതിഭകളുള്ള നാടാണ് തഞ്ചാവൂരെന്ന് അത് ഒരു ഫേമസ് തന്നെയാണ് അല്ലേ അവിടുത്തെ ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം പാർക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അങ്ങനെ അവിടെ പാർക്കൊക്കെ ചെയ്തതിന് ശേഷം നേരെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ആ തമിഴ്നാട് വിടുന്നത് വരെ ഇങ്ങനത്തെ കുറേ പച്ച ഡ്രസ്സിട്ട ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഓരോ വൈബ്. ഇവിടെ വീഡിയോ എടുക്കാൻ നമുക്ക് പെർമിഷനൊന്നും ഇല്ല. ജസ്റ്റ് എനിക്ക് റീലെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു 5-6 വെയിൽ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. ആകെ ഒരു ത്രില്ലടിച്ച് എനിക്ക് ഭയങ്കര ഞാൻ ഉഷാറായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്കൊരു ടയേർഡ് ഫീൽ ചെയ്തതേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ടും. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പുറത്തോട്ട് ഇതുമാതിരി കുറേ പൂള് കച്ചവടം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തലയിൽ വെക്കാനാണ് കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഒരു ഉണ്ണിയപ്പമൊക്കെ മേടിച്ചു. ഉണ്ണിയപ്പമൊക്കെ മേടിച്ച് നമ്മൾ പുറത്തോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, എന്തോ ഒരു വണ്ടിയെല്ലാം നിരന്ന് അവിടെ ഫുൾ പാർക്കിംഗ് ക്ലോസ് ആയ കേട്ടോ. ഞങ്ങൾ പിന്നെ വണ്ടി എടുത്ത് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ടു. അപ്പോഴേക്കും ഒരു 10:30, 11 ആയി. അപ്പോഴേക്കും ഈ റോഡ് ഫുൾ തിരക്കായി തുടങ്ങി, ഓണായി തുടങ്ങി സത്യം പറഞ്ഞാൽ. അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അങ്ങനെ റോഡിൽ പോകുന്ന വഴിയെല്ലാം വലിയ മഞ്ഞ ഹാരം. ഇവിടെ തമിഴ്നാട് സ്റ്റൈല് മഞ്ഞയാണല്ലോ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ഹാരങ്ങൾ തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം വലിയ ഹാരങ്ങളാണ് കേട്ടോ, ചെറിയ ഹാരമൊന്നുമല്ല, വലിയ ഹാരങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നേരെ ഞങ്ങൾ പിന്നെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എനിക്കൊരു പാർട്ടിയുടെ പരിപാടി എന്തോ സംതിങ് നടക്കുന്നത് കൊണ്ടാണ് അവിടെ ഇത്രയും റഷും കാര്യങ്ങളും വന്നെന്ന് തോന്നുന്നു. കാരണം അവിടെ ആയിട്ട് സ്റ്റക്കായിപ്പോയി ഞങ്ങൾ. പിന്നെ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് കാരണം ഏറ്റവും കൂടുതൽ കർഷകരും ആൾക്കാരൊക്കെ ഉള്ളത് തമിഴ്നാട്ടിലാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഫ്രൂട്ട്സ് ആയിരുന്നാലും വെജിറ്റബിൾസ് ആയിരുന്നാലും നല്ല ഫ്രഷോട് കൂടിയിട്ട് കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പോകുന്ന റൂട്ടുകളെല്ലാം ഞാനിങ്ങനെ ആസ്വദിച്ചാണ് പോയത്. ഇനിയിപ്പോൾ തിരിച്ച് എപ്പോഴാണ് ഇതുപോലൊരു തിരിച്ച് ഞാൻ തഞ്ചാവൂർക്ക് വരാൻ എടുക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഞാൻ അത്രയും എൻ്റെ മൈൻഡിൽ എന്താ പറയുക എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേ ദൂരം അങ്ങ് പോയപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ചെറിയതായിട്ടൊന്ന് സ്റ്റക്കായി ഒരു ഹാഫ് അവർ. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. പിന്നെ കുറേ നേരം പോയപ്പോൾ കുറേ സ്ത്രീകൾ അവർ റോഡിലിരുന്ന് സമരം ചെയ്യുമായിരുന്നു. അപ്പം പെട്ടെന്നായിരുന്നു കേട്ടോ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത്. ഒരു 4-5 ലേഡീസുകൾ വന്നിട്ട് റോഡിൻ്റെ നടുക്ക് ആ ഒരു 11 മണിക്ക് എന്തോ ഒരു പൊട്ട വെയിലായിരുന്നു സത്യം പറഞ്ഞാൽ. ആ വെയിലത്ത് വന്നിരുന്നിട്ട് അവരങ്ങ് സമരം തുടങ്ങി. നമുക്ക് വണ്ടി അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ആകെ കഷ്ടത്തിൽ ഇരുന്നപ്പം ആ പോലീസുകാർ വന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ അടുത്ത് കുറേ നേരം എന്താ പറയുക പ്രശ്നം സോൾവ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരാരും കേൾക്കുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷേ ഈ വെയിലൊക്കെ കൊണ്ടിറങ്ങിയത് കൊണ്ട് എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ തിരിച്ചു വന്നത്. ഞാൻ ടയർഡായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, പോയ ഫോഴ്സിലേ അല്ല തിരിച്ചു വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിച്ചേർന്നാൽ മതി എന്നുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ സംഭവം. ഇവിടെ കണ്ട എല്ലാ വണ്ടികളും ഭയങ്കര ട്രാഫിക് ജാമിൽ കിടക്കുകയാണ്. അപ്പം കുറേ പേര് ഇനി അങ്ങോട്ട് വണ്ടിയൊന്നും പോകത്തില്ല, തിരിച്ച് നിങ്ങൾ വിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ നമ്മളെ ക്രോസ് ചെയ്ത് പിന്നെ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റത്തില്ല, എടുക്കാനും പറ്റത്തില്ല. പക്ഷേ കുറേ നേരം ഏകദേശം ഒരു അരമണിക്കൂർ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അതങ്ങ് സോൾവ് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് പോയി. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, വിശന്ന് വന്നപ്പോൾ നേരെ കിച്ചണിലോട്ട് നോക്കിയപ്പോൾ മാഡവും നമ്മുടെ 2 മാഡവും കൂടി
കുക്കിംഗ് ഉച്ചത്തെ ലഞ്ച് ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല പൊന്നി റൈസും നല്ല പട്ടുക്കോട്ടை രസവും മുട്ട ഓംപ്ലേറ്റും ആണ് ഇന്ന്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് ലഞ്ചിന് ഒരുപാട് ഐറ്റംസ് വേണം എന്നൊന്നുമില്ല, നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ. പക്ഷെ കഴിക്കുന്നത് ആസ്വദിച്ചും മനസ്സറിഞ്ഞും മനസ്സമാധാനത്തോടും കഴിക്കുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ മാഡത്തിൻ്റെ കൊച്ചിനെ എടുത്ത് വെച്ച് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഗോസിപ്പൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ച് ഓടി വന്നപ്പോൾ മാഡം മുട്ട പൊരിക്കുന്നതിൻ്റെ ഉള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, മാഡത്തിൻ്റെ മുട്ട പൊരിപ്പ് കണ്ടിട്ട് അപ്പോൾ മാഡം പറയുകയും ചെയ്തു, നമ്മളെങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം. അപ്പോൾ ശരിയാണ്, നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ എങ്ങനെ കഴിക്കാം, നമുക്ക് ഒരു വീട്ടിൽ എന്ത് കിട്ടുമോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനും ആ ഒരു തിയറിക്ക് ആ തിയറിയോട് കൂട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. നമുക്ക് പിന്നെ എൻ്റെ വീട്ടിൽ പണ്ട് മുതലേ പൊന്നി റൈസ് തന്നെയാണ്. ഞാൻ ആഫ്റ്റർ മാരേജ് ആണ് സത്യം പറഞ്ഞാൽ ഈ ജയ റൈസും KRJയും അങ്ങനത്തെ സുലേഖയും ഇതൊക്കെ കാണുന്നത്. എൻ്റെ വീട്ടിൽ പണ്ടേ ടൊപ്പിയരിയും പൊന്നി റൈസും തന്നെയാണ്. അത് എനിക്കൊന്നും നമ്മൾ തമിഴ്നാട് സ്റ്റൈലായത് കൊണ്ടായിരിക്കും മേ ബി അങ്ങനെ നമുക്കത് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് ഈ പൊന്നി റൈസും നമ്മുടെ രസമുണ്ട് തമിഴ്നാട് സ്റ്റൈൽ രസം ഇതൊക്കെ കൂട്ടി കഴിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ജനിച്ച് വളർന്ന് വരുന്ന ഒരു ടേസ്റ്റും കാര്യങ്ങളും നമ്മളെ വിട്ടു പോകുന്നത് കല്യാണം കഴിയുന്നതോട് കൂടിയിട്ടാണ് സ്ത്രീകൾക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എൻജോയ് ചെയ്താണ് കഴിക്കുന്നത്. എൻ്റെ ആഹാരം അത്രയ്ക്ക് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് കഴിച്ചപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് എല്ലാവരും കൂടി ചേർന്നിരുന്ന ആഹാരമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു ആൻഡ് ലെറ്റ്സ് ബൈ ഫ്രം സരിത.